ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഈദ് രാവിൻ്റെ ഒരുക്കങ്ങളും വിശേഷങ്ങളും റെസിപ്പീസും ഒക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാം മുഴുവൻ തന്നെ കണ്ടു നോക്കുക. കണ്ടിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോലെ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മറക്കാതെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. നിങ്ങൾ വീഡിയോ കണ്ടു തീരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും നിങ്ങളെ കമൻറ്റും അത് മറക്കാതെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് ശനിയാഴ്ച വൈകുന്നേരം ഒരു 4 മണി ഒക്കെ ആയപ്പോൾ ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നോമ്പുണ്ട്, എല്ലാവർക്കും നോമ്പുണ്ട്. അപ്പോൾ നോമ്പ് തുറക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുണ്ട്. പിന്നെ നാളത്തെ ഈദിലേക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കാൻ, അങ്ങനത്തെ കുറച്ച് എളുപ്പമാക്കുന്ന പണികളൊക്കെ എളുപ്പമാക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ കിച്ചണിലേക്ക് വന്നു. വാവതാ കുറച്ച് വെളുത്തുള്ളി, ചുവന്നുള്ളി അങ്ങനത്തതൊക്കെ തൊലി കളഞ്ഞ് വെക്കുകയാണ് കേട്ടോ. ഞാൻ നോമ്പ് തുറക്കാനുള്ള പത്തിരിയും കറിയും അങ്ങനത്തതൊക്കെ ആക്കുകയാണ്. അപ്പോൾ പത്തിരി ഞാൻ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കും കേട്ടോ, എന്നാൽ നമുക്ക് നാളെ രാവിലെയും കൂടെ എടുക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനി ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഈ ചിക്കൻ കറി ഞാൻ റെസിപ്പി കാണിച്ചിട്ടുണ്ട്. സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് തക്കാളിയും മുളക് പൊടിയും ഒന്നും ഇടാതെ ഉണ്ടാക്കുന്നൊരു അടിപൊളി കറി തന്നെയാണ് കേട്ടോ. നമ്മൾ റെസിപ്പി ചെയ്തിട്ടുണ്ട്. ഒരു യെല്ലോ കറി അല്ലെങ്കിൽ ചിക്കൻ കറി എന്നൊക്കെ അടിച്ച് നോക്കിയാൽ നമുക്ക് കിട്ടുമേ. അതിലേക്ക് മല്ലിപ്പൊടി ഒരു 2-3 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് കുരുമുളക് പൊടി, എരിവിന് ആവശ്യത്തിലുള്ള കുരുമുളക് പൊടി, പച്ചമുളക്, പിന്നെ നമ്മളതിലേക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ ഇത്രയും ഒരു 1/4 കിലോ ചിക്കനെ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളൂ കറിക്ക്, അത്രയും മതിയല്ലോ. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു ഉരുളക്കിഴങ്ങൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കുരുമുളക് പൊടി ചേർക്കാൻ മറന്നു പോയിട്ട് രണ്ടാമത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ചിക്കൻ വേവിക്കാനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് അതൊന്ന് മിക്സാക്കി കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുത്തിട്ട് അടുപ്പിൽ വെച്ചിട്ട് ചിക്കൻ വേവിക്കുന്നവരൊന്ന് വേവിച്ചെടുക്കുക. അത്രയേ ഉള്ളൂ. നമുക്ക് വൈകുന്നേരത്തേക്കുള്ള കറിയേ ആവശ്യമുള്ളൂ കേട്ടോ. നാളത്തേക്കാകുമ്പോൾ നമ്മൾ ഇതിൻ്റെ അന്ന് എന്തായാലും ബീഫ് വരട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ടാണ് നമ്മൾ രാവിലെ പത്തിരിയൊക്കെ കഴിക്കൽ. അപ്പോൾ നമ്മൾ ബീഫ് അവിടെ വേവുന്നുണ്ട്. ഞാൻ പത്തിരിക്ക് കുഴക്കാൻ വേണ്ടിയിട്ട് വെള്ളവും അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് കറിവേപ്പില ബോക്സിൽ തീർന്നിട്ടുണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ. കുറച്ച് കറിവേപ്പിലയൊക്കെ പറിക്കട്ടെ. നാളത്തെ ബീഫിലേക്കും ആവശ്യമുണ്ട്. ഇന്നിപ്പോൾ കറി വറവിടാനും കൂടെയാണ് എടുക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ എടുത്തു വെക്കുന്ന സമയത്ത് ഒരു എന്താ പറയുക, ഇത്രയും ഒരു 3-4 ഇത്രയധികം എടുത്തു വെക്കോട്ടെ. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ പറിക്കണ്ടല്ലോ. ചിലപ്പോൾ ചട്ടിയൊക്കെ വെച്ചിട്ടേക്കും കറിവേപ്പില ഫ്രിഡ്ജിലേക്ക് ഓടുക കേട്ടോ. അപ്പോൾ ഉണ്ടാവില്ല ചില സമയത്ത്. അപ്പോൾ ഓർമ്മ വരുന്ന സമയത്ത് കുറച്ചധികം, ഒരുപാടല്ല എന്നാലും ഈ ഒരു അളവിനൊക്കെ ഉണ്ടാക്കി വെക്കലുണ്ട്. ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്ക് നമ്മൾ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൊടിയൊക്കെ ഒന്ന് വാട്ടിയെടുത്തു. അപ്പോൾ ഇതാ പത്തിരിയൊക്കെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ ദോശ കേട്ടോ നമ്മളുണ്ടാക്കി. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു എന്തായാലും പത്തിരി തന്നെ ആക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ പത്തിരിക്കൊന്ന് ചുട്ടെടുക്കട്ടെ. റഫീഖ ഡ്യൂട്ടിയിലാണ് കേട്ടോ. ഇനി മഗ്‌രിബിന് നോമ്പ് തുറക്കുന്ന സമയത്ത് വരും. ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഒരുക്കി വെക്കലുണ്ട്. ഈദ് അങ്ങനെ വേറെ എന്തെങ്കിലും ഫംഗ്ഷൻ ആയാലും ഈദ് കാര്യങ്ങളൊക്കെ ആയാലും. കാരണം രാവിലെ നമുക്ക് പണികളൊക്കെ വേഗം തീർക്കേണ്ട കാര്യമില്ല, നമസ്കാരം കാര്യങ്ങൾ. പിന്നെ നമ്മുടെ വീട്ടിലേക്ക് ഗസ്റ്റ് വരും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ തലേ ദിവസം കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു വെക്കും കേട്ടോ. ബിരിയാണി ആണെങ്കിൽ, ഇപ്പോൾ എന്ത് ഫുഡാണെങ്കിലും ബിരിയാണി ആണെങ്കിൽ അതിലേക്കുള്ള ഐറ്റംസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ട് വെക്കും. ഇനിയിപ്പോൾ കറികൾക്കുള്ളതാണെങ്കിൽ അങ്ങനെ ചെയ്ത് വെക്കും. അങ്ങനെ പായസത്തിലുള്ളതൊക്കെ ഒന്ന് ഒരുക്കി വെക്കും. എന്നിട്ട് പിറ്റേ ദിവസം കുക്കിംഗ് മാത്രം ആ രീതിയിലൊക്കെ ആക്കിയെടുക്കുക. അപ്പോൾ നമുക്ക് വേഗം പണി ചെയ്യാൻ വേണ്ടി പറ്റും. പിറ്റേ ദിവസം രാവിലെ നമ്മൾ എങ്ങനെയായാലും ഒരു 9 മണി മാക്സിമം 9 മണിൻ്റെ 8-9 മണിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് എല്ലാം തീർക്കണ്ടേ, നമസ്കാരത്തിന് വേണ്ടി. കാരണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് അങ്ങനെ ചെയ്തു വെക്കലുണ്ട് കേട്ടോ. എപ്പോഴും നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാം. അപ്പോൾ ഇതാ ഇനി നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ സ്നാക്കും കൂടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സവാള കുറച്ച് ഓയിലിലേക്കൊരു വലിയ സവാള കട്ട് ചെയ്തിട്ട് കൊടുത്തു. ഒരു സാൻഡ്വിച്ചാണ് കേട്ടോ, ഒരു ഈസി സാൻഡ്വിച്ച്. അതിലേക്ക് തന്നെ അത് വാടുന്നതിന് മുമ്പ് തന്നെ അത് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ഉപ്പും കുറച്ച് ചിക്കനും, എൻ്റെ കയ്യിൽ ഒരു പീസ് ചിക്കൻ അതെടുത്തിട്ട് ചെറിയ പീസ് ആക്കിയതാണ് കേട്ടോ. നമുക്ക് കുട്ടികൾക്കൊക്കെ ഈസി ആയിട്ട് കൊടുത്തു വിടാൻ പറ്റും കേട്ടോ. സ്നാക്സ് ബോക്സിലൊക്കെ ആക്കിയിട്ട് അവർ വൈകുന്നേരം വരുമ്പോഴൊക്കെ. അപ്പം ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ കുക്കായതിന് ശേഷം ഭയങ്കര സവാളയൊന്നും വഴന്ന് സോഫ്റ്റ് ആവണ്ട, പക്ഷേ ചിക്കൻ കുക്കാവുമ്പോൾ നമ്മൾ ബാക്കിയുള്ളതും കുക്കായിക്കോളും.
എന്നിട്ട് അതിലേക്ക് ഒരു ഹാഫ് തക്കാളി കുറച്ച് മതി, ഒരു ഹാഫ് തക്കാളി ഇട്ട് കൊടുത്തു, കുറച്ച് ടൊമാറ്റോ 1-2 ടീസ്പൂൺ ടൊമാറ്റോ സോസ്, പിന്നെ റെഡ് ചില്ലി സോസ് എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇല്ലെങ്കിൽ ഉണക്കമുളക് ചതച്ചതില്ലേ റെഡ് ചില്ലി ഫ്ലേക്സ് അത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇല്ലെങ്കിൽ പച്ചമുളക്, കുട്ടികളാകുമ്പോൾ പച്ചമുളക് അങ്ങനെ ഇട്ട് കൊടുക്കണ്ട. ഞാനൊരു ഹാഫ് ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് മിക്സ് ആക്കി എടുത്തു, അത്രയേ ഉള്ളൂ. സോയാ സോസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം, ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി ഇതാ നമ്മൾ ബന്ന് കട്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. ഇത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും കേട്ടോ, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ബട്ടറിലൊന്ന് സോട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അടിപൊളിയാണ്. അവർ വൈകുന്നേരം വരുമ്പോൾ എപ്പോഴും അല്ലെങ്കിൽ നമുക്ക് വല്ലപ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. അവർ സ്നാക്സ് ബോക്സിലൊക്കെ വെച്ച് കൊടുക്കുക അങ്ങനെയൊക്കെ. ഇതാ ഞാൻ ബന്നൊക്കെ ഒന്ന് കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് ബട്ടറിലൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല, അതിൻ്റെ ഉള്ളിലേക്ക് ഡയറക്റ്റായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ ഒരു മസാല വെച്ച് ഏത് തരം മസാല നിങ്ങൾക്ക് ആക്കാം കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചിക്കനൊന്നും ഇല്ലെങ്കിൽ വെറും ഉള്ളിയും ഈ സോസും കാര്യങ്ങളൊക്കെ മതി, തക്കാളിയൊക്കെ. പിന്നെ ഇനി അതല്ലെങ്കിൽ ഒരു എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്തിട്ട് സെപ്പറേറ്റ് സ്ക്രാമ്പിൾ ചെയ്തിട്ട് ഈ ഒരു മസാലയിലേക്ക് ഇട്ട് കൊടുക്കുക. അതും നല്ല ടേസ്റ്റാണ്. ഇനി സ്ക്രാമ്പിൾ ചെയ്യുന്നില്ലെങ്കിൽ ഒരു ഓംലെറ്റ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഈ ഒരു മസാല വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്താലും മതി കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് കക്കരി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ക്യാരറ്റ് അങ്ങനത്തെ ഒക്കെ മുകളിലേക്കായിട്ട് വെച്ച് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ മുകളിലില്ലേ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കുറച്ച് ചീസോ ഒക്കെ വെച്ച് കൊടുക്കാം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ ചെയ്താൽ. ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല, ചീസൊക്കെ ഉള്ളത് ഫ്രീസറിലാട്ടോ, ഫ്രീസായിട്ട് കിടക്കുകയാണ്, അതിനൊന്നും ടൈമില്ല കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തതാണ്. ഇനിയിപ്പോൾ അതാ ഞാനത് നിങ്ങൾ ചീസ് വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക, എന്നിട്ട് അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്ന് നമ്മളെ പാനില്ലേ തവയിലൊന്ന് തിരിച്ചും മറിച്ചിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. ബട്ടറിലാണെങ്കിൽ ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ തന്നെ എടുക്കുക, അല്ലെങ്കിൽ ഗീ എടുക്കുക, അല്ലെങ്കിൽ മാത്രം ഓയിൽ കാര്യങ്ങൾ എടുത്താൽ മതി. ഞാനിപ്പോൾ കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ സാൻഡ്വിച്ച് മേക്കറൊക്കെ ഉണ്ടെങ്കിലില്ലേ അതിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലില്ലേ നല്ല രസം ഉണ്ടാവും കാണാൻ. ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു, നല്ല ഭംഗി ഉണ്ടാവും കാണാൻ, കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇതിപ്പോൾ ഒന്നും കുഴപ്പമില്ല, നമുക്കിത് പാനിൽ വെച്ചിട്ടാണെങ്കിലും ഇതുപോലെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അടിഭാഗം ഒന്ന് ആ ഒരു ബട്ടറിലൊന്ന് ചൂടായി വരട്ടെ, എന്നിട്ട് തിരിച്ച് വെച്ചിട്ടും അതുപോലെ തന്നെ ചെയ്തെടുക്കുക. അതിലിങ്ങനെ ഒട്ടി നിന്നോളൂ കേട്ടോ, കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റാട്ടോ കഴിക്കാൻ. മസാലയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താം കേട്ടോ. വെജിറ്റബിൾസ് ചേർക്കുക, മഷ്റൂം ചേർക്കുക. ഇനി ആ ഉള്ളിയും തക്കാളി മാത്രം മതി ആ സോസൊക്കെ ആക്കിയിട്ട് അതിൻ്റെ മുകളിൽ കുക്കുംബർ വെച്ച് കൊടുക്കുക, തക്കാളി വെച്ച് കൊടുക്കുക. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ഐഡിയക്കനുസരിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാനിപ്പോൾ നോമ്പ് തുറക്കുമ്പോൾ സ്നാക്സ് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഈ ബന്ന് കണ്ടപ്പോൾ അതെടുത്തിട്ട് വേഗം ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. കാര്യം ഇന്ന് കുറേ ഐറ്റംസ് ഒന്നും ഉണ്ടാക്കാൻ നിന്നാൽ നമ്മളെ രാത്രിത്തെ കാര്യങ്ങളൊക്കെ കുറച്ചൊന്ന് തിരക്കായി പോകും. എനിക്ക് മൈലാഞ്ചി ഇടണം, നോമ്പ് തുറന്നിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കാനുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്വീറ്റ് ഉണ്ടാക്കി വെക്കാനുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ച് സിമ്പിളാക്കിയിട്ട് വേഗം ചെയ്ത് തീർക്കുക കേട്ടോ ചെയ്യുക. പിന്നെ ബീഫും ചിക്കനൊക്കെ ഞാൻ ഇതിൻ്റെ ഇടയിൽ കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് നാളത്തേക്കുള്ള റൈസിന് വേണ്ടിയിട്ടുള്ള ചിക്കനും അതുപോലെ തന്നെ ബീഫ് വരട്ടാനുള്ള ബീഫും ഒക്കെ കഴുകി ഊറ്റി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാക്കി ബീഫൊക്കെ വരട്ടാനുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്. അപ്പോൾ നമ്മളെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ജ്യൂസ് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മളെ മാങ്ങ പഴുക്കുന്നുണ്ട് കേട്ടോ, ഒരു 2-3 നമുക്ക് പഴുത്തിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഒന്ന് നോക്കുകയാണ് കേട്ടോ, പഴുത്തതുണ്ടെങ്കിൽ ജ്യൂസ് അടിക്കാൻ കിട്ടുകയാണെങ്കിൽ ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചിട്ട്. ഇനിയിപ്പോൾ പഴുത്തിട്ടില്ലെങ്കിലും നല്ലോണം മൂത്തൊരു ചെനച്ച മാങ്ങ എന്ന് പറയില്ലേ, ഒരു യെല്ലോ കളറിലേക്ക് വന്നേ, അതായാലും ജ്യൂസ് അടിച്ചാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് പഴുക്കുമ്പോഴല്ലേ ചെനപ്പ് വരുമ്പോൾ സമയത്ത് ഇതിൻ്റെ പുളിയൊക്കെ അങ്ങ് പോകട്ടോ, എന്നിട്ട് പിന്നെ മധുരമാണ് വരിക. വെറുതെ അധികം ഇങ്ങനെ പഴുത്തിങ്ങനെ ആകണീൻ്റെ മുമ്പ് കഴിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റാട്ടോ ഈ ഒരു മാങ്ങ. പക്ഷേ ഇപ്രാവശ്യം ശരിക്കും കുറേ മാങ്ങ ഇങ്ങനെ വിണ്ട് പൊട്ടി, പിന്നെ അതിൻ്റെ ഉൾഭാഗത്ത് ഇങ്ങനെ വെള്ളം കയറിയ പോലെ ഒരു കേടുപോലെ കാണുന്നുണ്ട് കേട്ടോ. എല്ലാവരും പറയുന്നത് എല്ലാവർക്കും ഉണ്ട്, കുറേ പ്രശ്നങ്ങൾ അങ്ങനത്തെ ഉണ്ട്. കാര്യം ഈ കല്ല് വീഴൂലേ നമ്മൾ മഴ പെയ്യുമ്പോൾ, അപ്പോൾ അങ്ങനെ വരുന്നതാണെന്നും പറയുന്നുണ്ട് കേട്ടോ. അറിയില്ല എന്താണെന്ന്. അല്ലാണ്ട് ഈ മാങ്ങക്ക് നമുക്ക് സൈഡിലുള്ള മാങ്ങയെല്ലാം കേടായി പൊട്ടിക്കേറിയിട്ടൊക്കെ വീഴലുണ്ട്. പക്ഷെ ഇതിന് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല കേട്ടോ ഇതുവരെ. അപ്പോൾ അങ്ങനെ മാങ്ങയൊക്കെ പറിച്ചതാ ഞാൻ കുറച്ച് ജ്യൂസൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട് കേട്ടോ, നമ്മൾ നോമ്പ് തുറക്കാനൊക്കെ നോക്കട്ടെ. ശരിക്കും ഇങ്ങനെ റെഡിയാക്കി വെക്കുമ്പോൾ ഈ ഒരു സമയത്ത് ശരിക്കും റമദാൻ ഓർമ്മ വരും കേട്ടോ. റമദാൻ മിസ് ചെയ്യും. അതേ ഒരു ഇതിലാണ് കേട്ടോ നമുക്ക് വരിക, ആ ഒരു ഫീലാണ് കിട്ടുക. പിന്നെ നമ്മൾ നോമ്പൊക്കെ തുറക്കട്ടെ. ശരിക്കും പറഞ്ഞാൽ നമുക്ക്
എന്താ പറയുക പെരുന്നാളൊക്കെ ആകുമ്പോൾ ഒരു നോമ്പൊക്കെ എടുത്തിട്ട് പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ അല്ലേ നല്ല രസമാണ് കേട്ടോ. അതൊരു വേറെ ഫീലാണ്. അല്ലാതെ ഇപ്പോൾ ചില സമയത്ത് നമുക്ക് നോമ്പ് എടുക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവുന്നുണ്ടല്ലോ, അപ്പോൾ ഒരു വല്ലാത്തൊരു വിഷമം കേട്ടോ. ഈ നോമ്പ് എടുത്തിട്ട് എടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഫീല് നമുക്ക് നല്ല കറക്റ്റായിട്ട് കിട്ടും. അത് റമദാനിനും അങ്ങനെ തന്നെ, അല്ലാത്തതാണെങ്കിലും അങ്ങനെ തന്നെ കേട്ടോ പെരുന്നാളിന്. ഇനി നമ്മൾ മെയിൻ ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പോൾ ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞ് മഗ്‌രിബ് നമസ്കാരവും കഴിഞ്ഞിട്ട് വേഗം കിച്ചണിലേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ റഫീഖയ്ക്ക് ഞാൻ ചെറിയൊരു പണി കൊടുത്തു. നമുക്ക് കുറച്ച് മാങ്ങേൻ്റെ ആവശ്യമുണ്ട് ഓരോരോ സ്വീറ്റ് ഉണ്ടാക്കാനും അങ്ങനത്തതിനൊക്കെ. പുഡിംഗ് അല്ല കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്, ഞാൻ വഴിയെ പറയാം. അപ്പോൾ അതിന് വേണ്ടി റഫീഖ മാങ്ങയൊക്കെ ഒന്ന് ചെത്തിത്തീരാണ്. കുറച്ചധികം മാങ്ങ വേണം. അപ്പോൾ അത് പഴുത്ത മാങ്ങ, അപ്പോൾ അതൊക്കെ ഒന്ന് ചെത്താൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. എനിക്ക് ഇനിയുള്ള കാര്യങ്ങളൊക്കെ വേഗം ചെയ്യണം കേട്ടോ. മഗ്‌രിബ് കഴിഞ്ഞാൽ നിസ്കാരം കഴിഞ്ഞാൽ ഞാൻ പിന്നെ ചെയ്യുന്ന പണി എന്ന് പറഞ്ഞാൽ ഉണ്ണിയപ്പത്തിന് അരക്കുക, ചുടുക, ഇങ്ങനത്തെ കാര്യങ്ങളാണ് കേട്ടോ. ഉണ്ണിയപ്പം വേഗം ചുട്ട് കഴിഞ്ഞാൽ വലിയ പണി കഴിഞ്ഞു. നമുക്ക് അത് ചുട്ടാലല്ല അതിൻ്റെ പാത്രങ്ങൾ കഴുകി വെക്കുക, അത് അരച്ചത്, ആ എണ്ണേൻ്റെ അതൊക്കെ അങ്ങ് മാറ്റി കഴിഞ്ഞാലാണ് കേട്ടോ ബാക്കിയുള്ള പണികൾ കുറച്ചുകൂടി സ്പീഡാകുള്ളൂ. അപ്പോൾ ഉണ്ണിയപ്പത്തിനൊന്ന് അരച്ചെടുക്കട്ടെ. ഇതിൻ്റെ ഒന്നും റെസിപ്പി ഭയങ്കരമായിട്ടൊന്നും ഞാൻ കാണിക്കുന്നില്ല. നമ്മളിതിൻ്റെ റെസിപ്പി നല്ല ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഉണ്ണിയപ്പം റെസിപ്പി, ജംഷി റെസിപ്പീസ് പ്ലസ് ഉണ്ണിയപ്പം റെസിപ്പി അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടുമേ. ഭയങ്കര ഈസിയാണ്. നമ്മൾ കലക്കി വെക്കൊന്നും വേണ്ട. അപ്പം അരച്ച് നമുക്ക് ഈ അരക്കുന്ന സമയത്ത് ഞാനവിടെ എണ്ണ വെക്കും കേട്ടോ. എണ്ണച്ചട്ടി വെക്കും. അരക്കലും ചൂടാവലും ഒഴിക്കലും, ഇതാണ് ഞാൻ ഉണ്ണിയപ്പം അങ്ങനെ ഉണ്ടാക്കുക. നല്ല പെർഫെക്റ്റ് ഉണ്ണിയപ്പാണേ. നല്ല സോഫ്റ്റായിട്ടും പുറം അത്യാവശ്യം ക്രിസ്പി ആയിട്ടും ഒക്കെ ഇരിക്കുന്ന ഒരു ഉണ്ണിയപ്പമാണ്. കുറേ പേരുണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ് കേട്ടോ. ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഒന്നുമില്ല, നമ്മൾ ഒരു കപ്പ് അരിയിലേക്ക് ഒരു 3 ടീസ്പൂണെല്ലാം ചോറ്, ഒരു 3 ടീസ്പൂൺ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്തിട്ട് അരക്കുക, അത്രയേ ഉള്ളൂ. അരച്ച് കഴിഞ്ഞതിന് ശേഷം ഏലക്കപ്പൊടി, ഒരു പിഞ്ചുപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ആ ഒരു കൺസിസ്റ്റൻസിയും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണേ. നമ്മൾ നെയ്യപ്പത്തിലേക്ക് മാവ് അത്യാവശ്യം ടൈറ്റാണ് വേണ്ടത്. പക്ഷേ അതുണ്ടാക്കുന്നവർക്ക് അറിയായിരിക്കും. ഉണ്ണിയപ്പത്തിലേക്ക് നമ്മൾ മാവ് കുറച്ച് ലൂസാക്കണം. ഒരുപാട് ടൈറ്റായി കഴിഞ്ഞാലല്ലേ നമ്മൾ ഒഴിക്കുന്ന സമയത്ത് ഉൾഭാഗം വെന്ത് കിട്ടൂല. പിന്നെ മാത്രമല്ല എനിക്ക് തോന്നിയിട്ടുള്ളത് ആ ഒരു ഉള്ളിലിങ്ങനെ ആരെടുത്തിട്ട് വരില്ലേ ഒരു ലെയർ, അങ്ങനെ ആയിട്ട് അത് കിട്ടൂല കേട്ടോ. ഒരു പഞ്ഞി പോലെ ആയി കിട്ടൂല ഉൾഭാഗം. എന്താ പറയുക, ഇങ്ങനെ ഉള്ളിലിങ്ങനെ മാവ് നിറഞ്ഞ് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കഴിക്കാൻ വേണ്ടിയിട്ട്. ഒരുപാടങ്ങ് കട്ടിയായി പോയി കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിലാണ് ഞാൻ ചെയ്യുക. അപ്പോൾ ആ ഒരു ലൂസിൽ ആക്കിയിട്ടെടുക്കണം. ഓരോരുത്തരും ഉണ്ടാക്കുന്ന മാവ് ഓരോ രീതിയിലേക്കും ഈ ഒരു രീതിയിലേക്ക് നിങ്ങൾ ആക്കിയെടുക്കണം കേട്ടോ. മാവിനെ ഞാൻ കുറച്ച് ജീരകവും എള്ളും തേങ്ങയും ഒക്കെ ഒന്ന് വറുത്തിട്ടുണ്ട്, ഒന്നുകൂടി ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ, എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ കുറച്ചൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒന്ന് റെഡിയായി വരുമ്പോൾ നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ ചുട്ടെടുക്കാം. നിങ്ങൾ ഒഴിക്കുന്ന സമയത്ത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കുക. എണ്ണ ചൂടായതിന് ശേഷം കേട്ടോ, അത് ശ്രദ്ധിക്കണേ. ഇല്ലെങ്കിൽ എണ്ണ കുടിച്ച പോലെ വരും കേട്ടോ നമ്മുടെ ഉണ്ണിയപ്പം. അങ്ങനെ ആക്കുക. എന്നിട്ട് ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം എല്ലാം ഒന്ന് റെഡിയായി പൊങ്ങി വന്നതിന് ശേഷം ഹൈ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ എണ്ണ കുടിക്കുകയില്ല, നല്ല വേഗം ആ കളറായി റെഡിയായിട്ട് കിട്ടും. ഉള്ളെല്ലാം ഈ ഒരു ലൂസിൽ നിങ്ങൾ കലക്കിയെടുക്കുകയാണെങ്കിൽ ഉള്ളെല്ലാം വെന്ത് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും കേട്ടോ. ഞാനിപ്രാവശ്യം ഓവർ വലുതാക്കുന്നില്ല, ചെറിയ ഉണ്ണിയപ്പമായിട്ടാണ് കേട്ടോ ചുട്ടെടുക്കുന്നത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഉണ്ണിയപ്പത്തിൻ്റെ കുഴിയില്ലേ, എൻ്റെ ഉണ്ണിയപ്പച്ചട്ടീൻ്റെ കുഴി അത്യാവശ്യം വലുതാണ്. എനിക്കത് ഫുള്ള് ഒഴിച്ചിട്ട് ഇങ്ങനെ ഉണ്ടയായിട്ട് വരുന്ന ഉണ്ണിയപ്പം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ ഞാൻ പെരുന്നാളാവുമ്പോൾ എന്താ പറയുക, കുറേ എല്ലാ വീട്ടിൽ നിന്നും നമ്മൾ കഴിക്കും. അങ്ങനെയൊക്കെ ആകുമ്പോൾ എന്താ പറയുക, കുറേ ക്വാണ്ടിറ്റി നമ്മൾ കഴിക്കില്ല. അപ്പോൾ ചെറുതായാലും ഇങ്ങനെ ഓരോരുത്തർ ഓരോ പീസ് എടുക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ടാട്ടോ ഞാൻ വലിപ്പം കുറച്ച് കുറച്ചത്. അപ്പോൾ ഇതാ നമ്മൾ ഉണ്ണിയപ്പൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് കട്ട് ചെയ്തും കൂടെ കാണിച്ചു തരാം. റെസിപ്പി ചെയ്തിട്ടുണ്ട് കേട്ടോ, നിങ്ങൾ ആവശ്യമുള്ളവർ കണ്ടുപോയിക്കോ. പിന്നെ ഇപ്രാവശ്യം നമ്മൾ ഉണ്ണിയപ്പം, നമ്മൾ ബിരിയാണി, മന്തി, സ്പെഷ്യൽ റൈസുകളൊക്കെ ട്രൈ ചെയ്തിട്ട് ഹാപ്പി ആയിട്ട് പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ആക്കുക കേട്ടോ. അന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, ട്രൈ ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ. ഇത് കണ്ടോ, ഉള്ളു നല്ല ആരെടുത്തിട്ട് എന്നാൽ പുറം അത്യാവശ്യം ചെറിയൊരു ക്രിസ്പിയൊക്കെ ആയിട്ടുള്ള നല്ല പെർഫെക്റ്റ് ഉണ്ണിയപ്പമാണേ. പിന്നെ ഞാൻ ബാക്കിയുള്ള ഉണ്ണിയപ്പൊക്കെ ഒന്ന് ചുട്ടെടുക്കട്ടെ. ഈ ഉണ്ണിയപ്പം ചുടുന്ന സമയത്താട്ടോ നമ്മൾ ഈദുമാർക്ക് പറയാൻ വേണ്ടിയിട്ട് ഫോൺ ചെയ്യൂലേ നമ്മളെ ഫാമിലീസിനെ, ഇപ്പോൾ പെങ്ങന്മാരെയും ഒക്കെ ഈ ഒരു സമയത്താട്ടോ ഞാൻ വിളിക്കുക. ഈ ഒരു ഗ്യാപ്പാണ് നമുക്ക് കിട്ടുക. ബാക്കി നമ്മൾ ഫുൾ പണിയില്ല. അത് കഴിഞ്ഞാൽ മൈലാഞ്ചിരണം അങ്ങനത്തെ തിരക്കായിരിക്കും ഓരോരോ കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ആരെങ്കിലുമൊക്കെ വരും. ഈദിൻ്റെ ശരിക്കും ഈദിൻ്റെ അന്ന് അടിപൊളിയാണ്. പക്ഷേ നമ്മൾ കല്യാണത്തിൻ്റെ അന്നത്തേനേക്കാളും അടിപൊളി കല്യാണത്തിൻ്റെ തലേന്ന് എന്ന് പറഞ്ഞ പോലെയാണ് കേട്ടോ. ഈദിൻ്റെ രാവ് നല്ല രസമാണ് കേട്ടോ. ഓരോരോ വീട്ടിൽ നമ്മൾ
ഓരോന്ന് ഒരുക്കുന്നതും വീട്ടിലെ ആളുകളൊരു സന്തോഷവും കാര്യങ്ങളൊക്കെ നല്ല രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈദ് രാവ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ നമ്മളെ ഉണ്ണിയപ്പൊക്കെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട്. അതിനിടയിൽ ഫോൺ വിളിയും കാര്യങ്ങളും അതും നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു സമയത്ത് എല്ലാവരും അപ്പം ചുടുന്ന ടൈം ആയിരിക്കും കേട്ടോ. ചിലർ അരക്കുന്നുണ്ടാവും, ചിലർ അരച്ച് വെച്ചിട്ടുണ്ടാവും, ഇതാ ചുടാൻ പോവുകയെന്ന് പറയും, ചിലർ ചുട്ട് പകുതി അയച്ചിട്ടുണ്ടാവും, അങ്ങനെയൊക്കെ. അപ്പോൾ ഞാനിതാ ലാസ്റ്റ് ട്രിപ്പാണ് കേട്ടോ. ഇതോടുകൂടി നമ്മൾ ഉണ്ണിയപ്പം ചൂടൽ കഴിഞ്ഞു. ഇനി ഇത് ചെറിയൊരു ചൂടുണ്ടാവും, അതോടെ തന്നെ അടച്ചു വെക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരുന്നോളും. ഇന്നും നാളെയൊക്കെ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. ഇനി നമുക്ക് അടുത്ത പണി നോക്കാം. അടുത്തത് ബീഫ് ഞാൻ കഴുകി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ല, ബീഫും ചിക്കനൊക്കെ. അപ്പോൾ ബീഫ് മസാലയൊക്കെ പിറക്കി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഈ ശരിക്കും പറഞ്ഞാൽ ചട്ടിയിലൊക്കെ വെച്ച് അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. ഞാനിതിൻ്റെ അടുപ്പ് അങ്ങനെ കത്തിക്കാത്തത് കൊണ്ട് ഞാൻ കുക്കറിൽ വിസിലടുപ്പിച്ചെടുത്തിട്ട് വേവുന്നതിൻ്റെ കുറച്ച് മുമ്പങ്ങ് എടുക്കും. എന്നിട്ട് ഒരു കടായിൽ എന്തെങ്കിലും ഇട്ടിട്ട് ഇങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാട്ടെ ചെയ്യുക. അപ്പോൾ നല്ല ആ ഒരു ടേസ്റ്റ് കിട്ടും. പിന്നെ ഇത് നാളെ നമുക്ക് മന്തി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ചിക്കനൊക്കെ ഒന്ന് മിക്സ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നാളെ നമുക്ക് റൈസ് ഊറ്റി അതിൻ്റെ മുകളിലേക്ക് ഇട്ടാൽ മാത്രം മതിയാവും. അപ്പോൾ അത് ഞാൻ ചിക്കൻ മന്തിയിലേക്കുള്ളത് അതും ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ബീഫ് വേവിക്കാൻ വെച്ചല്ലോ, അതിന് വെള്ളം വറ്റിച്ച് റെഡിയാക്കിയിട്ട് എടുക്കും. നാളെ ചട്ടിയിലിടുക, ആ ഒരു പണിയേ ഉള്ളൂ കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് നമുക്ക് നാളത്തേക്കൊരു സ്വീറ്റ് ആവശ്യമുണ്ട്. അപ്പം അതിലേക്ക് വേണ്ടിയിട്ടാട്ടോ. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇതിൽ കാണിക്കുന്നില്ല, നമ്മളെ ഈദ് വ്ളോഗിൽ ഞാൻ കാണിക്കാം, അടുത്ത വ്ളോഗിൽ കേട്ടോ. നെക്സ്റ്റ് വ്ളോഗിൽ ഞാൻ കാണിക്കുന്നതാണ്. ഇപ്പോൾ ഒരു സ്വീറ്റ് ഒരു കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഇതിന് വരുമ്പോൾ നമ്മൾ ഇത് ഓരോന്ന് കൊടുക്കുമ്പോൾ അടിപൊളിയല്ലേ. അപ്പോൾ എല്ലാം എളുപ്പമാണ് കേട്ടോ ചെയ്യാൻ. നമ്മുടെ കയ്യിലുള്ള ഐറ്റംസൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയതാ. അപ്പോൾ അതിനുശേഷം നമ്മളൊന്ന് ടൗണിലൊന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ചെരുപ്പ് വാങ്ങുന്നില്ല എന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചു ഞാൻ ഇടുന്ന ഡ്രസ്സിന് ഈ ജൂട്ടിയില്ലേ അത് നന്നാവും കേട്ടോ. അപ്പോൾ എനിക്ക് ആ ഒരു ടൈപ്പ് ചെരുപ്പില്ല. അപ്പോൾ അങ്ങനെ ഇങ്ങനെ റഫീഖാനോട് പറഞ്ഞപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞല്ലോ. അപ്പോൾ പിന്നെ ഷാനുവിനെ മൈലാഞ്ചി ഇടാൻ വേണ്ടി വിളിച്ചപ്പോൾ വേറൊരാൾക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ആ ഒരു ടൈം നമുക്കുണ്ട്. അപ്പോൾ ഞാനൊരു ചെരുപ്പ് നോക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ ഡ്രസ്സ് റെഡാണ്. അപ്പോൾ അതിലേക്കൊരു ക്രീമോ അങ്ങനെ ഒരു ആ ഒരു കളർ കോമ്പോ ആണ് ഞാൻ നോക്കുന്നത്. നമ്മൾ ഒലീവ്സ് നട്ടോ, ഇത് എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും. വയനാട് കൽപ്പറ്റയിലുള്ള ഒലീവ്സ്, നമ്മളെ റഫീഖാൻ്റെ ഉമ്മാൻ്റെ ഏട്ടത്തീൻ്റെ മോൻ്റെ ഷോപ്പാണ് കേട്ടോ, സിക്കാൻ്റെ ഷോപ്പ്. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ എടുക്കുന്നത്. നമ്മളധികവും ഇവിടെ തന്നെയാണ് കേട്ടോ ചെരുപ്പ് എടുക്കൽ. അധികവും നല്ല എപ്പോഴും ഇവിടെ തന്നെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും. ഇതല്ലേ നല്ലത് പറയേ ഇതോ ഡാർക്കായില്ലേ? അതാണ് ഞാൻ അത്രയും ആർഭാട് കൊടുക്കുന്നില്ല. അതല്ല
അങ്ങനെ ഒരെണ്ണം ഞാൻ കൺഫ്യൂഷൻ ആണെങ്കിലും തിരഞ്ഞ് സെലക്ട് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് ഞാൻ സെലക്ട് ആക്കിയിട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. കുറേ കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ ഇതിനായിട്ട്. ഞാൻ മുന്നേ വരുമ്പോൾ കാണാത്ത ഒരുപാട് കളക്ഷൻസ് കണ്ടിട്ടുണ്ടായിരുന്നു അന്ന് പോയ സമയത്ത്. അപ്പോൾ ഞാൻ എടുത്ത ചെരുപ്പ് ഞാൻ ഈദിൻ്റെ അന്നത്തെ വ്ളോഗിൽ കാണിക്കാം കേട്ടോ. കാര്യം തിരിച്ച് ചെന്നപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മറന്നു പോയതാണ് കേട്ടോ ചെരുപ്പിൻ്റെ. ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഓർത്തത്, ഞാനത് വീഡിയോയിൽ കാണിച്ചിട്ടില്ലല്ലോ. ഞാൻ ഇട്ട് നോക്കിയില്ലേ കുറച്ച് ഡ്യൂട്ടീസ്, അതിൽ ഒരെണ്ണം കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. എന്തായാലും അത് ഈദ് വ്ളോഗിൽ കാണാം. പിന്നെ ഈ ഒരു ചെരുപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഞാനിട്ട ഡ്രസ്സിലേക്കല്ല, അല്ലാതെ സാധാ ചുരിദാറിലേക്കും ഒക്കെ നല്ല രസമുണ്ടാവും കേട്ടോ കാണാൻ. അപ്പോൾ അതിനുശേഷം എൻ്റെ വേറൊരു ചുരിദാറിലേക്ക് ഒരു കൈക്ക് ലൈനിങ് വെക്കാനുണ്ടായിരുന്നു കേട്ടോ, കുറഞ്ഞ ഭാഗത്ത്. അപ്പോൾ അതിൻ്റെ ഒരു ലൈനിങ്ങിൻ്റെ ഒരു ചെറിയ പീസും കൂടെ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ സിന്ദൂറെല്ലാം അടച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾ കയറിയിട്ട് നമുക്ക് കിട്ടി എന്തായാലും. എന്താ ബന്ന് വേണ്ട, രാവിലെ കഴിക്കുമോ? വേണ്ട, ഞാൻ ദോശ ഉണ്ടാക്കും. ഭയങ്കര സോഫ്റ്റ് ഇല്ലേ? ഇതാണോ നിങ്ങൾ വാങ്ങിയത് പറഞ്ഞത്? ഇതെടുത്തോ, ഒരെണ്ണം പോരെ? അത് ഒരെണ്ണം തന്നെ ഹെവിയാ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. ഇനി ഷാനു വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളെ മുന്നത്തെ എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും, എനിക്ക് എപ്പോഴും മൈലാഞ്ചി ഇട്ടിരുന്നത് ഷാനുവാണ്. നല്ല അടിപൊളിയായിട്ട് ഇട്ടു കേട്ടോ. ഓരോന്നും നല്ല പെർഫെക്റ്റ് ആയിട്ട് കേട്ടോ ഇടുക. അപ്പോൾ എനിക്ക് ഷാനു ഇട്ടാലാണ് എനിക്കൊരു തൃപ്തി വരിക. അപ്പോൾ അങ്ങനെ നമ്മൾ മൈലാഞ്ചി ഇടാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ ബാക്കി ഫിനിഷ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മളെ ഒരുവിധം പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെരുപ്പ് വാങ്ങാൻ പോകുന്നതിന് മുമ്പ് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ചെയ്ത് കിച്ചണൊക്കെ ഫുൾ ക്ലീൻ ആക്കിയിട്ടാട്ടോ പോയത്. എന്നാൽ അടുത്ത ദിവസം നമ്മൾ എന്തായാലും നേരത്തെ തന്നെ എണീക്കും, പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പം തന്നെ സമയത്ത് 11:45 12 മണിയൊക്കെ ആവാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി മൈലാഞ്ചി കഴിഞ്ഞ് ഇതാണ് ഫൈനൽ ലുക്ക്. കഴിഞ്ഞ് നമ്മൾ കിടന്ന് രാവിലെ എണീക്കും. അപ്പോൾ അത് നമുക്ക് ഈദ് സ്പെഷ്യൽ വീഡിയോയിലായിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈദ് രാവിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.